ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? ഞാൻ ഇപ്പോഴും കുളിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി വന്നിട്ടേ ഉള്ളൂ. എന്താ പറയുക, കണ്ണിന് തീരെ വയ്യ, പിന്നെ നടുവിനും വയ്യ. നാളത്തെ ഒരു പ്രശ്നമുണ്ടല്ലോ, അതുപോലെ എനിക്ക് ഒരു സൈഡിലോട്ട്, ഇടത് സൈഡിലോട്ട് എനിക്ക് ഭാരം കൊടുക്കാൻ പറ്റണില്ല. അപ്പം ഇന്നലെ ഞാൻ അവിടോട്ട് കുറച്ച് ഭാരം കൊടുത്ത്, അതാണ് ഇന്ന് എനിക്ക് ഒട്ടും വയ്യ. അപ്പം ഇപ്പോഴാണ് ഞാൻ കുളിച്ചിട്ടുള്ളത്. കുളിച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ്, ചായ കുടിക്കുവാണ്. അപ്പം ലോങ് വീഡിയോ ഒന്നും വേറെ ഒന്നും എടുക്കാനുള്ളൊരു മൂഡില്ലാത്തതുകൊണ്ട് എടുത്തില്ല. ഇന്നലെ ഒരു വീഡിയോ ഇട്ടില്ലല്ലോ, അപ്പം വീഡിയോ മുടങ്ങണ്ടെന്ന് വെച്ചിട്ട് ഇപ്പം വന്നതാണ്. അപ്പം കുളിച്ചിട്ടൊക്കെ ഇറങ്ങുമ്പോൾ കണ്ണിൽ ഇങ്ങനെ കൊണ്ട് കയറുവാണ്. എന്താണ് അല്ല, കരട് കൊണ്ട് കയറില്ല, അതുപോലെ കൊണ്ട് കയറുകയാണ്. കൊണ്ട് കയറിയിട്ട് അങ്ങനെ ഇപ്പം നല്ല തിരുമാൻ തോന്നുവാണ്. ഇങ്ങനെ ഇട്ട് ചൊറിഞ്ഞിട്ടാണ് ഇത് ഇങ്ങനെ കറുത്തത് കണ്ണ്. അപ്പം അത് പേടിച്ചിട്ട് ഞാൻ, അമ്മ ഭയങ്കര വിളിയാണ്. ഇവിടെ ഇരുന്ന് എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റൂല. അമ്മ അലയ്ക്കുന്നുണ്ട്. ഞാൻ എന്താ ടെറസിൻ്റെ മണ്ടയിലൊക്കെയാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ, ടെറസിൻ്റെ മണ്ടയിലൊക്കെയാണ് കയറി ഇരുന്ന് ഇപ്പം കേട്ടില്ലേ വീഡിയോ ചെയ്യുന്നത്. അപ്പം എന്താ പറയുക, ദൈവം ഓരോ ദിവസവും ഇങ്ങനെ വയ്യാഴികയിലും ഒക്കെ ദൈവം തമ്പുരാൻ അത്ഭുതകരമായിട്ട് നമ്മുടെ ജോലിയൊക്കെ ചെയ്യാൻ ദൈവം അനുവദിക്കുന്നുണ്ട്. പിന്നെ അത് തട്ടിയും മുട്ടിയൊക്കെ ഞാൻ അങ്ങും ഇങ്ങും തൊടാതെയൊക്കെ അങ്ങ് വീഡിയോ ഒക്കെ ചെയ്ത് പോകുന്നു. എന്താ ചെയ്യാന്നറിയില്ല. ഇപ്പോൾ 2-3 ദിവസം കൂടെ ഞാനിവിടെ, 28 തീയതി വരെ ഇവിടെ ഉള്ളൂ. അത് കഴിയുമ്പം ഇനി വേറെ ഡ്യൂട്ടിയിൽ കയറണം. അതിന് മുന്നേ വേറെ വിളിച്ച് ജോലി റെഡിയാക്കി വെക്കണം. അങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അതിൻ്റെയൊക്കെ ടെൻഷനും ഒക്കെയാണ്. എന്തായാലും ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ നല്ലത് തന്നാൽ മതി എന്നൊരു പ്രാർത്ഥനയാണ്. അപ്പം നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അമ്മ എപ്പോഴും ഇങ്ങനെ വിളിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നട്ടുച്ചയ്ക്കൊക്കെ പുതപ്പിക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കായിരിക്കും. അപ്പം ഞാൻ എടുത്ത് പുതപ്പിച്ച് കൊടുക്കും. പക്ഷേ ഇച്ചിരി കഴിയുമ്പോൾ പുള്ളിക്കാരത്തി എന്നെ വലിച്ച് മേളിലോട്ട് കൊണ്ടുവരും. ഷീറ്റ് വലിച്ച് മേളിലോട്ട് കൊണ്ടുവരും. പിന്നെ എന്നിട്ട് പറയും എന്നെ പുതപ്പീര് എന്നലയ്ക്കും. പക്ഷെ അങ്ങനെ ഉച്ചയ്ക്കൊക്കെ പുതച്ച് കൊടുത്താൽ ഈ ചൂടൊക്കെ അല്ലേ, അതിനറിഞ്ഞുകൂടാ. അതുകൊണ്ട് പറയുവാണ്. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന വലിയ വിളിയും ബഹളവും ഇല്ല. ഞാൻ അങ്ങോട്ട് കതവ് തുറന്ന് അങ്ങോട്ട് വാതിക്കലോട്ട് ഇറങ്ങുവാണെങ്കിൽ അപ്പം തുടങ്ങും വിളിക്കും. അതുകൊണ്ട് കഴിയുന്നത് ഇതിനകത്ത് തന്നെ ഞാൻ, എന്ന് വെച്ചാൽ വേറെ ആർക്കും അവിടെ ഇരിക്കാൻ പറ്റില്ല. അതുപോലെ ആലയ്ക്കും ബുദ്ധിമുട്ടല്ല, സന്ധ്യയ്ക്കൊക്കെ കിടന്ന് അലച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇവിടെ തന്നെ അങ്ങനെ ഇരിക്കുവാണ്. പുതപ്പിക്കാം എന്നില്ലേ, ഇപ്പം പുതപ്പിച്ച് തരാം. അമ്മ എപ്പോഴും പുതപ്പിച്ചെന്ന് അമ്മ എടുത്ത് കളയുമല്ലേ, ചുരുട്ടി കൂട്ടുമല്ലേ. എന്തുവാ എൻ്റെ കമ്മൽ കണ്ടുകൊണ്ട് അമ്മ കമ്മൽ തപ്പുന്നു അമ്മയുടെ. ഞാൻ ഇന്നാൾ നിങ്ങളോട് പറഞ്ഞില്ല, അമ്മയുടെ കമ്മലെടുത്ത് വായിലിട്ട് കടിച്ച് അതിൻ്റെ തണ്ടൊക്കെ ഇതാക്കിയെന്ന്. അപ്പം അന്ന് ഊരി വെച്ചാണ്. പക്ഷേ ഇപ്പം എൻ്റെ കാതിൽ കമ്മൽ കിടക്കുമ്പോൾ പെട്ടെന്ന് കമ്മൽ തപ്പുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ നേരം മാത്രമാണ് കമ്മലെടുത്ത് ഇടുന്നത്. അപ്പോൾ കമ്മൽ തപ്പുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യം. അപ്പോൾ 28 തീയതി വരെ ഇവിടെ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേന് വേറെ എങ്ങോട്ടാണെന്നൊന്നും അറിയാൻ വയ്യ. അതിന് മുന്നേ ഈ നടുവിൻ്റെ ഒരു പ്രശ്നം ഭയങ്കര ഒരു പ്രശ്നമാണ്. അത് എന്ന് വെച്ചാൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്നോട് വെയിറ്റ് ഒന്നും പൊക്കി എടുക്കരുതെന്ന്. പക്ഷെ ഞാൻ വെയിറ്റ് പൊക്കിയല്ല, ഞാൻ ഒരു സൈഡിലോട്ട് ഇവിടെ ഞാൻ വെയിറ്റ് ഒന്നും പൊക്കിയതല്ല. ഞാൻ ഒരു സൈഡിലോട്ട് കുറച്ച് ഭാരം, ഇങ്ങനെ കുളിച്ച സമയത്ത് നമ്മൾ ഒരു കൈ ഞാൻ ഇടത് സൈഡിൽ വെയിറ്റ് ഇങ്ങനെ കൊണ്ടാണ് വെള്ളം കോരി ഒഴിച്ചത്, കൈ മുട്ടിന് കൊടുത്തിട്ട്. അപ്പോൾ അതാണ് എനിക്ക് പ്രശ്നമായാണെന്ന് എൻ്റെ ഒരു തോന്നൽ. വെയിറ്റ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് ബക്കറ്റിലൊക്കെ നമ്മൾ വെള്ളം സൈഡ് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകത്തില്ല, അന്നേരമൊക്കെ ഈ ഒരു സൈഡിലോട്ടല്ല ഭാരം പോകുന്നത്. അങ്ങനെയാണ് ഞാനിത് മനസ്സിലാക്കിയത്. അപ്പോൾ ഭാരം എടുക്കാനൊട്ടും പറ്റണില്ല. അപ്പോൾ വെയിറ്റ് അങ്ങനെ ഒരു സൈഡിലോട്ട് ഒരു മുട്ടിന് കൊടുത്തിട്ട് കുനിഞ്ഞേന്ന് വെള്ളം കോരി ഒഴിച്ചാൽ
അപ്പോൾ അന്നേ പറഞ്ഞാണ് ഡോക്ടർ വെയിറ്റൊന്നും അങ്ങനെ എടുക്കരുതെന്ന്. പക്ഷെ നമുക്കങ്ങനെ നമ്മൾ പെട്ടെന്നൊന്നും ഓർക്കത്തില്ലല്ലോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കാതെ ചെയ്ത ഒരു പണിയാണ്. ഇന്ന് രാവിലെ മുതൽ ഞാൻ ഓയിൻമെൻറ്റും പുരട്ടി ഇപ്പം നല്ല വെള്ളം നല്ലതായിട്ട് ചൂടാക്കി ആവിയൊക്കെ പിടിച്ച് കുളിച്ചിട്ടാണ് വന്നതിന്. അതിൻ്റെ പുറത്ത് ഓയിൻമെൻറ്റും പുരട്ടിയിട്ടുണ്ട്. വേദനയ്ക്കുള്ള മരുന്നും അന്ന് ഡോക്ടർ കുറിച്ച് തന്നാണ്, അതും പുരട്ടിയിട്ടുണ്ട്. കുറഞ്ഞാൽ മതിയെന്ന് പ്രാർത്ഥിക്കും. അതുകൊണ്ട് മനസ്സിനൊരു ഭയങ്കര വിഷമം. നടുവിന് വേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റത്തില്ല. ഇനി അപ്പോൾ എന്നെ ഡോക്ടറെ കാണാൻ ഇഞ്ചക്ഷൻ എടുക്കാനും ഒക്കെ പോണത് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ നാളത്തേക്കൊന്ന് കുറഞ്ഞാൽ മതിയെന്ന് ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഓടി നടന്ന് ഒന്നും ചെയ്യാനോ ഒന്നും പറ്റണില്ല. വീഡിയോ എടുക്കാനോ എന്തെങ്കിലും വീഡിയോ എടുക്കാനോ എന്നൊന്നും ഒരു ഇത് തോന്നിയില്ല. പിന്നെ ഇങ്ങനെ വന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് 2 ദിവസമായില്ല വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. നമുക്ക് 2-3-4 ദിവസമൊക്കെ ഒന്നാതെ നമ്മൾ കയറി വരുന്ന ഒരു കുഞ്ഞുകുട്ടി വളർന്നു വരുന്നെന്ന് പറഞ്ഞാൽ അതുപോലെയാണ്. നമ്മുടെ ചാനലൊന്നും ആവാത്ത ഒരു ചാനലാണ്. അപ്പോൾ വീഡിയോയും കൂടെ നമ്മൾ കണ്ടിന്യൂ ഇടാതിരിക്കുമ്പോഴത്തേനും അത് ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയെങ്കിലും ഒരു വീഡിയോ എടുക്കുന്നത്. എല്ലാം കൊണ്ടും വിഷമങ്ങൾ തന്നെയാണ്. പിന്നെന്താ ചെയ്യുക, വിഷമത്തിൻ്റെ ഇടയിലും ജീവിച്ച് പോയാലേ പറ്റുള്ളൂ. നമുക്ക് വേറെ ആരും നമ്മുടെ താങ്ങാനോ നമുക്ക് സഹായിക്കാനോ അങ്ങനെ ഒന്നും നമുക്ക് ആരും ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ തന്നെ നമ്മുടെ സഹായങ്ങൾ ചെയ്താലേ, നമ്മുടെ കാര്യങ്ങൾ ചെയ്താലേ പറ്റുള്ളൂ. അപ്പം നമുക്ക് വേറെ ആരും നമ്മളെ സഹായിക്കാനോ നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തരാനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നമുക്ക് ആരുമില്ല. അപ്പം നമുക്ക് വയ്യെങ്കിലും താങ്ങാനുള്ളവർക്കേ തളർച്ചയുള്ളൂ അല്ലേ? പണ്ടുള്ള ആൾക്കാർ പറയും പോലെ താങ്ങാനുള്ളവർക്കേ തളർച്ചയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇപ്പം പ്രശ്നങ്ങളുണ്ടായിരുന്നാലും നമ്മൾ തന്നെ എല്ലാം തരണം ചെയ്ത് പോയാലേ പറ്റൂ. നമുക്ക് ആരുമില്ല താങ്ങാൻ. എനിക്കാരുമില്ല ഒരു സഹായത്തിനോ ഒരു സുഖവിവരം അന്വേഷിക്കാൻ പോലും നമുക്കാരും ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർ എന്ത് വന്നാലും പിടിച്ച് നിന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാലേ പറ്റുള്ളൂ. വയ്യാഴിക വന്നാലും അത് വെച്ചുകൊണ്ട് നമ്മൾ ജോലി ചെയ്താലേ പറ്റൂ. അങ്ങനത്തെ ഒരവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. അപ്പം വേറൊന്നുമില്ല, ഇതൊക്കെ പറയാനായിട്ടാണ് വന്നത്. അപ്പം നാളെ പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. പുതിയ ജോലിക്കും പിന്നെന്താണ് അസുഖം എന്ന് പറഞ്ഞാൽ വേദന, നടുവിന് വേദന, അങ്ങനെ ഷോൾഡർ പെയിൻ, അങ്ങനെ എല്ലാം ഉണ്ട്. അതിലൊക്കെ അതും എല്ലാം വെച്ചിട്ട് നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്നത്. വേറൊന്നുമില്ല, പ്രാർത്ഥന. ദൈവം നടത്തുന്ന അത്രയും കാലം നമ്മൾ ആരെയും ആശ്രയിക്കാതെ ആരുടെയും മുമ്പിൽ കൈനീട്ടാൻ പോകാതെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കണം. നമുക്ക് 10 പൈസ ഉണ്ടാക്കണ കാലം വരെയും ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ ജീവിക്കണമെന്നാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം കേട്ടോ. ഞാനായിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണ ഒരാളെ അല്ല. അപ്പം അതുകൊണ്ട് ദൈവം നടത്തും എന്നുള്ളൊരു വിശ്വാസവും ഉണ്ട്. എന്നാലും ചില സമയത്ത് പതറിപ്പോവും, മനസ്സ് വല്ലാതെ പതറിപ്പോവും എല്ലാ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ. അപ്പം നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അത് പറയാനാണ് വന്നത്. എല്ലാവരും, നിങ്ങളൊക്കെ എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ടല്ലോ, എന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണവരും അല്ലാത്തവരും ഒക്കെ ആയിട്ട് ഒത്തിരി പേര് എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഈ ആരും ഇല്ലാത്ത എളിയ ഒരാളിൻ്റെ ഒരു അപേക്ഷയായിട്ട് കണ്ട്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും കമൻറ്റും ഒക്കെ ലൈക്കും സബ്സ്ക്രൈബും തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ചെയ്യണം കേട്ടോ. എനിക്കത് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ.